ഷൈനി. ഞാൻ തൃശ്ശൂർ രൂപതയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക പുതുക്കാട്. ഞാൻ 2019 ഉടമ്പടി എടുത്തിരുന്നത്. ഞാൻ 2021 സാക്ഷ്യം പറഞ്ഞു. എനിക്ക് കുറേ കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ. അതെല്ലാം ഞാനിവിടെ അൾത്താരേമയിൽ പറഞ്ഞു. അന്ന് കൊറോണ ആയിരുന്നതിനേക്കാൾ ഒരാൾക്കാണ് അൾത്താരേമയിൽ നിന്നിട്ട് സാക്ഷ്യം പറയാൻ പറ്റിയിരുന്നുള്ളൂ. ഇവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ സാക്ഷ്യം ആദ്യത്തെ പറഞ്ഞത്. രണ്ടാമത് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. 2022 ഏപ്രിൽ മാസം എൻ്റെ മകൾ പ്രഗ്നൻ്റായി. പക്ഷേ 9 ആഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ കുഞ്ഞ് പോയി. പിന്നെ അവിടുന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അടുത്ത് ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ ഞങ്ങളോട് ധൈര്യമായിട്ട് പൊക്കോ, നീ മകളെയും ഉണ്ണിയെയും കൊണ്ടുവന്ന് ഈ അൾത്താരേമേൽ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അത് കഴിഞ്ഞ് 2022 ഒക്ടോബർ മാസം അവൾ പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഞാനാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഉടമ്പടി ക്ലാസ് ലൈവായിട്ട് നമ്മൾ ടി വിയിൽ കാണും. പക്ഷെ ഞാൻ മൊബൈലിലാണ് കാണുന്നുണ്ടായിരുന്നത്, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട്. അപ്പോൾ അച്ഛൻ ക്ലാസ്സിന് വന്ന് നിന്ന് അച്ഛൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ മാതാവിനോട്, എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണോ, എനിക്കൊരു അടയാളം തരുമോ അമ്മ മാതാവി എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഒമിറ്റ് ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് വന്നു. ഞാൻ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര വേദന വന്നു. ഞാൻ ഒമിറ്റ് ചെയ്യാൻ വന്നപ്പോൾ അതെന്താണാവോ എന്ന് ഞാൻ ഈ ചോദിച്ച കാര്യം അപ്പോൾ തന്നെ മറന്നുപോയി. പക്ഷേ എനിക്ക് ഒമിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ എന്താണോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പ്രാർത്ഥന ക്ലാസ് കൂടി അങ്ങനെ കഴിഞ്ഞു. അടുത്ത ചൊവ്വാഴ്ചയും ഇതുപോലെ തന്നെ ജോസഫ് അച്ഛൻ ക്ലാസ്സിന് വന്നപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, അമ്മ മാതാവേ എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണോ, എനിക്കൊരു തെളിവ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെയും എനിക്ക് ഒമിറ്റ് ചെയ്യാൻ വന്നു. അപ്പോഴും ഞാൻ ഇതല്ല കണക്കാക്കുന്നത്, ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒമിറ്റ് ചെയ്യാൻ വരേണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ രോഗത്തിൻ്റെ ആയിരിക്കും എനിക്ക് വരണേന്ന്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നത്തെ ആഴ്ച 3-ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് മാതാവ് കാണിച്ചു തന്നു. 5 മാസവും എൻ്റെ മോൾക്ക് ഒമിറ്റ് ചെയ്യലായിരുന്നു. എനിക്ക് വന്ന അതേ കാണിച്ച ഒരു അടയാളമായിരുന്നു എൻ്റെ മോൾക്ക്. 5 മാസവും ഒമിറ്റ് ചെയ്യൽ ഭയങ്കര കൂടുതൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2023 ജൂലൈ 27-ാം തീയതി മകനെ ഞങ്ങൾക്ക് മാതാവ് തന്നു. പക്ഷേ മകൾക്ക് ഡെലിവറി സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ, വിഷമതകൾ ഡെലിവറി റൂമിലുണ്ടായിരുന്നു. ഞങ്ങളെ വിളിക്കലും ഡോക്ടേഴ്സ് പറയലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. യൂട്രസിന് വികസനവും കാര്യവും കുറഞ്ഞിട്ട് വികസിക്കുന്നില്ല. അന്ന് അവർ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർ നിൽക്കുന്നില്ല. സുഖപ്രസവമാണ്, പിന്നെ എന്തിന് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം. പക്ഷേ മകൾക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായി. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ ആരാധനയ്ക്ക് വെച്ചിരുന്ന പള്ളി ആ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട സമയം 2:30 ആവുമ്പോഴേക്കും എനിക്ക് എൻ്റെ കുഞ്ഞിനെയും എൻ്റെ മകളെയും ഞങ്ങൾ എടുത്ത റൂമിലേക്ക് കൊണ്ടുവരണമേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത് വൈകിട്ട് 6 മണിയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും മകള് പ്രസവിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഈ ആരാധന ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം 12:27 എൻ്റെ മകള് പ്രസവിച്ചു. സുഖപ്രസവമായിരുന്നു. 2:30 ആകുമ്പോഴേക്കും എൻ്റെ മകളെയും കുഞ്ഞിനെയും ഞങ്ങളെടുത്ത റൂമിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് അത്. അപ്പോൾ ഡെലിവറി റൂമിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ഞാൻ അവിടെ ഒരു സിസ്റ്ററിൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം കൊടുത്തിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ആ ഉടമ്പടി കാശ് രൂപം അവളുടെ വയറമേ വെച്ച് പ്രാർത്ഥിച്ചോളൂ, വിശ്വാസ പ്രമാണം ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. സിസ്റ്റർ അതുപോലെ തന്നെ ചെയ്തു. സിസ്റ്റർ പറയണേ അതുതന്നെയാണ് അവിടെ അത്ഭുതം നടന്നത്. 12:27 ആകുമ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു, നോർമലായിട്ട് തന്നെ. അതുപോലെ ഞങ്ങൾക്ക് മകനൊരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾ 2 ദിവസം ആകുമ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്ത് പോരുകയും ചെയ്തു. മകൻ്റെ പേര് ലൂക്ക എന്നാണ്. മകളാണ് ഇത്. ഇപ്പോൾ ഒരു കുഴപ്പവും മകൾക്കും ഉണ്ണിക്കും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ജോലി അവനുണ്ടായിരുന്നില്ല. അവൻ 2023 സെപ്റ്റംബർ 19-ാം തീയതി വിസിറ്റിംഗ് വിസയ്ക്ക് അബുദാബിയിലേക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുപ്പാട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്
അച്ഛനെ കണ്ട് തലയിൽ കൈവച്ചിട്ടാണ് അവൻ പോയത്. അവന് ഈ മാസം 2024 ജനുവരി 1-ാം തീയതി അവനൊരു കമ്പനിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു. ഇത്രയും തന്ന എൻ്റെ അമ്മ മാതാവിനും ദൈവകുമാരനും ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു പോരുന്നു. ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിലും എല്ലാം ഞാൻ കൃപാസന പത്രം കൊടുക്കും. അത് ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ, ആദ്യമൊക്കെ ഹിന്ദു ആൾക്കാർക്ക് കൊടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. അവരെന്ത് പറയും, നമ്മൾ കൊടുക്കുമ്പോൾ അത് തിരിച്ചു തരുമെന്നോ എനിക്കറിയില്ലല്ലോ. പക്ഷെ ഞാൻ അപ്പോൾ ആദ്യമൊക്കെ ചോദിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. കൃപാസനം പത്രമാണ്, നിങ്ങൾ മേടിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഞാൻ അവർക്കത് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ അച്ഛൻ പറഞ്ഞു, നമ്മൾ വീടിൻ്റെ ഉമ്മർത്തൊന്നും കൊണ്ടിടരുത്, കയ്യിൽ കൊടുക്കണമെന്ന്. ഇപ്പോൾ എല്ലാവരും വീടുകളിൽ പോയി അവരെ കയ്യിലാണ് ഞാൻ കൃപാസന പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ പറ്റുന്ന പ്രേക്ഷിത വേലകളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ലാതെ എനിക്ക് മാതാവ് ഇഷ്ടം പോലെ നമ്മുടെ നേർച്ച വസ്തുക്കൾ കൊണ്ട് എനിക്ക് ഓരോ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ മാതാവിനോടും ദൈവകുമാരനോടും ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. യേശുവേ നന്ദി, യേശുവേ